ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരെയാണ്. ഈശോ നിന്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 48-ാം തിരുവചനം. അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്നായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. സ്വർഗസ്നായ പിതാവിൻ്റെ പരിപൂർണത എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ കുറവുകൾ നോക്കാതെ അവരെ സ്നേഹിക്കുന്ന രീതി തന്നെ സ്നേഹിക്കുന്നതിനാണ്. ഒരേപോലെ മഴ പെയ്ക്കുന്നത്, ഒരേപോലെ വെയിൽ കൊടുക്കുന്നത്, ദുഷ്ടനോ ശിഷ്ടനോ എന്ന് നോക്കാതെ, നീതിമാനോ നീതിരഹിതനോ എന്ന് നോക്കാതെ എല്ലാവരിലേക്കും കരുണ സ്നേഹം ഒരേപോലെ വർഷിക്കുന്ന രീതി. ആ പരിപൂർണതയിലേക്ക് ഈശോ നിന്നെ ക്ഷണിക്കുക. നിന്നിൽ നിന്ന് പെയ്തിറങ്ങേണ്ട സ്നേഹവും കാരുണ്യവും അത് മാർജിൻ നോക്കാതെ, കുറവ് നോക്കാതെ നീ ഒഴുക്കിക്കൊണ്ടിരിക്കണം. ഈശോയുടെ മനോഭാവത്തിലേക്ക് നിന്നെ ക്ഷണിക്കുക. തപസ് കാലഘട്ടത്തിൽ നീ ഉരുകി ഈശോ പോലെ ആകണമെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ നൽകുക. നിനക്കത് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, നിനക്ക് മഹത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ, പരിപൂർണതയിലേക്ക് യാത്ര ചെയ്യുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും ഈ വ്യക്തിയുടെ ഹൃദയത്തെ സ്ഥാനമുണ്ടാകട്ടെ. ഈ ദിവസത്തിന് വേണ്ടത് എല്ലാ നന്മകളും നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാ രക്ഷാനാമം